സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ ഹാരപ്പൻ സംസ്കാരം. അല്ലേ? എന്താണ് ഒരു സംസ്കാരം എന്ന് പറഞ്ഞാല്? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു 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 സ്ഥലം, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളം എടുക്കാം നമുക്ക്. അല്ലേ? കേരളത്തിലുള്ള ജനങ്ങൾ, അവിടെ കാലങ്ങളായിട്ട് അവിടെ ജീവിച്ചു വരുന്ന അവിടുത്തെ ജനങ്ങള്, അതുപോലെ അവരുടെ അവിടുത്തെ ജീവിത രീതികള്, അവരുടെ വിശ്വാസങ്ങള് മുതലായ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാടധികം കാലങ്ങൾ കൊണ്ട് രൂപം കൊടുന്ന ഒരു പ്രോസസ്സാണ് ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മുടെ കേരള സംസ്കാരം ഡിഫറെന്റ് ആണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ സംസ്കാരം വ്യത്യസ്തമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാലങ്ങളായിട്ട് രൂപം കൊള്ളുന്ന അവരുടെ ജീവിത രീതികള്, വിശ്വാസങ്ങൾ മുതലായ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് രൂപം കൊള്ളുന്ന ഒന്നാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഉദാഹരണത്തിന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈ മെസപ്പൊട്ടോമിയെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? മെസപ്പൊട്ടോമിയ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് മെസപ്പൊട്ടോമിയയെ കുറിച്ച്. ഓർക്കുന്നുണ്ടോ? +1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവരുടെ ബിൽഡിങ്സ്, മെസപ്പൊട്ടോമിയൻ സംസ്കാര രീതികൾ, അവരുടെ കെട്ടിട നിർമ്മാണ രീതികൾ, അതുപോലെ തന്നെ അവരുടെ ലിപി, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ദൈവങ്ങൾ മുതലായ കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ +1. അപ്പോ ഇത്തരത്തില് അതൊരു സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നതും ഒരു സംസ്കാരമാണ്. അപ്പൊ ഇത്തരത്തില് ലോകമുണ്ടായത് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് ഈ ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ നമുക്ക് നമ്മള് ക്ലാസ്സിലൊക്കെ, വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ. അത്തരത്തിലുള്ള നിരവധി സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട് ഈ കാലം വരേക്കും. അത്തരത്തില് ഏകദേശം ഇന്ത്യയുടെ ഒരു ഏകദേശം ഒരു ഭൂപടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ഏകദേശം ഇന്ത്യയുടെ ഭൂപടം, അല്ലെ? നമ്മൾ സങ്കല്പിക്കാം. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്ത്യയുടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ള സംസ്ഥാനങ്ങളിലും, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചില ഏരിയാസിലും, നമുക്കറിയാം നമ്മള് 1947 പാർട്ടീഷൻ നടക്കുന്നത്. അതിനു മുമ്പ് ഈ ഏരിയ ഒക്കെ ഒരൊറ്റ രാജ്യമായിരുന്നു, അല്ലെ? അപ്പൊ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2600ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കാരമാണ്. അപ്പോ ഏകദേശം ഈ ഒരു ഏരിയയില് ഈ ഏരിയയിലാണ് ഹരപ്പ സംസ്കാരത്തിന്റെ വിവിധ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പഞ്ചാബ്, ഹരിയാന അങ്ങനത്തെ ഏരിയ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ചില ഏരിയാസ് മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ് ഹരപ്പൻ സിവിലൈസേഷന്റെ വിവിധ സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടെടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എവിടെ കണ്ടെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഫസ്റ്റ് ആദ്യമായിട്ട് എന്താണ് ഈ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച്, ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് ആദ്യമായിട്ടൊരു ഹിന്റ് ലഭിക്കുന്നത് ആർക്കാണ്? ഇന്ത്യയിൽ അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ. കാരണം ആ സമയത്തൊക്കെ നമുക്കറിയാം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ്. അപ്പൊ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന ബ്രിട്ടീഷ് ആർക്കിയോളജിക് ഉദ്യോഗസ്ഥൻ തന്നെയാണ്, ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ഉള്ള ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് അദ്ദേഹത്തിനാണ് ലഭിക്കുന്നത്. അദ്ദേഹം ഒട്ടനവധി കാലങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണത്. വിവിധ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം ഖനനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരം, ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് ആ സമയത്ത് അദ്ദേഹം പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന ടൈമിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു മുദ്ര അദ്ദേഹത്തിന് ഈ ഖനനത്തിൽ നിന്ന് ലഭിക്കുന്നത്. 1856 അത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുദ്ര ലഭിക്കണേ. എന്നാൽ ഈ ലഭിച്ച മുദ്ര അദ്ദേഹം അതിനു മുമ്പ് കണ്ടെത്തിയ സൈറ്റ്സിലുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അതിനത്ര വലിയ പ്രാധാന്യം നൽകിയില്ല. പിന്നീട് എന്താണ്, 1922 എന്താണ്, ജോൺ മാർഷലിന്റെ
ദയാറാം സഹാനിയാണ് 1922 ഹാരപ്പൻ സൈറ്റ് കണ്ടെത്തിയത്. ആദ്യമായിട്ട് ഹാരപ്പൻ സൈറ്റ് കണ്ടെത്തിയത് ആരാണ്? ദയാറാം സഹാനിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഹാരപ്പൻ സൈറ്റ് ഖനനം ചെയ്ത് കുഴിച്ചെടുത്ത് അവിടെ ഈ സംസ്കാരത്തിലേക്കുള്ള ആദ്യമായിട്ടുള്ള ചവിട്ടുപടിയായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അതേ ഇയറിൽ തന്നെ ആര് R.D. ബാനർജിയും എന്ത് ചെയ്യുന്നുണ്ട്? മോഹൻജദാരോ സൈറ്റ് കണ്ടെത്തുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു സൈറ്റാണ്. ഹാരപ്പ എന്നുള്ളത് ഒരു സൈറ്റാണ്. ആ സിവിലൈസേഷന്റെ നെയിം തന്നെയാണ് ഒരു സൈറ്റിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സിവിലൈസേഷന്റെ മറ്റൊരു സൈറ്റാണ് എന്തെന്ന് പറയുന്നത്? മോഹൻജദാരോ സൈറ്റ് ആ ഇയറിൽ 1922 തന്നെ R.D. ബാനർജി കണ്ടെത്താണ്. ഇതോടുകൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കാര്യങ്ങൾ ഈ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് മുൻപിൽ തുറക്കപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് വെളിവാകുന്നത് ഇതോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്തിരുന്നു? ഈ ഒരു ടൈമിൽ ജോൺ മാർഷൽ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഈ ഖനനത്തിനും കാര്യങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകിയിരുന്നത്. അപ്പൊ സാധാരണ ആയിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇതൊരു ഏരിയ ആണെങ്കിൽ, ഇതൊരു ഏരിയ ആണ് നമ്മൾ വിചാരിക്കുക, ഒരു ഖനനം നടത്തുന്ന ഒരു ഏരിയ ആണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ ഇവരെങ്ങനെയായിരുന്നു ഖനനം നടത്തിയിരുന്നത്? ജോൺ മാർഷലിന്റെ അണ്ടറിൽ ഫസ്റ്റ് ഈ ഒരു ലെയർ മൊത്തം അവർ കുഴിച്ചു നോക്കിയിട്ട് അവർ പരിശോധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ പരിശോധിക്കുന്നു, പിന്നീട് മൂന്നാമത്തെ ലെയർ പരിശോധിക്കുന്നു, പിന്നീട് നാലാമത്തെ ലെയർ. ഈ ഒരു രീതിയിൽ ഒരു ഒരു തിരശ്ചീന ഖനനമായിരുന്നു അവർ നടത്തിയിരുന്നത്. തിരശ്ചീനമായ രീതിയിലുള്ള ഒരു ഖനന രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത് ജോൺ മാർഷലിന്റെ കീഴിൽ. എന്നാൽ അതിൽ നിന്നും, കാരണം അവർക്ക് കിട്ടിയ വിവരങ്ങൾ തന്നെയാണ് വീണ്ടും കിട്ടുക. കാരണം നമുക്കറിയാം ഓരോ കാലങ്ങളായിട്ട് മണ്ണടിഞ്ഞു കൂടുന്നതിനനുസരിച്ച് ഏറ്റവും അടിയിലാണ് ഏറ്റവും താഴെയുള്ള കാലം വരിക, അതിന്റെ മുകളിൽ പിന്നീട് അതിന്റെ മുകളിലുള്ളത്, പിന്നീട് അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കറിയാം അല്ലെ? ഏറ്റവും അവസാനം മണ്ണടിഞ്ഞ കാലാണ് ഏറ്റവും മുകളിലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ ഏകദേശം ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കും മൊത്തത്തിൽ ഈ ഒരു ഫ്ലോർ മൊത്തം ഈ സെയിം, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ലഭിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ ഏരിയ മൊത്തം ലഭിക്കുന്നുണ്ടാവുക അല്ലെ? അത് പോരാത്തതിന് ഇത്തരത്തില് തിരശ്ചീനായിട്ട് കുഴിച്ചു പോകാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പണച്ചെലവുണ്ട്, സ്വാഭാവികമായിട്ടും എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പോ എന്ത് ചെയ്തു? ഇതുപോലെ ജോൺ മാർഷലിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം എന്ത് ചെയ്യുന്നത്? R.M. വീലർ ആണ് എന്ത് ചെയ്യുന്നത്? ഡയറക്ടർ ആവുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് എന്ത് ചെയ്തു? ഇവര് ഈ തിരശ്ചീന ഖനന രീതി മാറ്റിയിട്ട് എന്ത് ചെയ്തു? ലംബ രീതിയിലുള്ള ഖനന രീതി സ്വീകരിച്ചു. അതായത് താഴോട്ട് ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ഏരിയയിൽ അവിടെ തന്നെ താഴോട്ട് കുഴിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു രീതി എന്ത് ചെയ്തു? അവർ സ്വീകരിച്ചു. അപ്പൊ ഇതാവുമ്പോ എന്താണ്? ഓരോ കാലഘട്ടത്തെ കുറിച്ചും എക്സ്പെൻസ് കുറച്ച രീതിയിൽ കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് ലഭ്യമായി തുടങ്ങും ഈ ഒരു ഖനന രീതി. അങ്ങനെ ഈ ഒരു ഖനന രീതിയിലേക്ക് എന്ത് ചെയ്തു? R.M. വീലറിന്റെ കാലത്ത് ഹാരപ്പൻ സൈറ്റ്സിൽ ഖനനം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട സൈറ്റ്സുകൾ വരുന്നത് പ്രധാനമായിട്ടും 3 രാജ്യങ്ങളിലാണ് ഇതിന്റെ സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് ഏരിയകളിലും ആണ് പാകിസ്ഥാനിലെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റ്സുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് ഈ ഏരിയ, ഈ സംസ്ഥാനങ്ങളിൽ, അതായത് നമുക്കറിയാം അതൊക്കെ കുറച്ച് വടക്കോട്ടുള്ള സംസ്ഥാനങ്ങളാണല്ലോ, വടക്ക് പടിഞ്ഞാറ് ഏരിയയിലുള്ള സംസ്ഥാനങ്ങളാണ് ഈ 4 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് എന്ന സൈറ്റ് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു സൈറ്റേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ. അപ്പൊ അങ്ങനെ പാകിസ്ഥാനിലും ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഈ 3 രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഇതുമായിട്ട് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടെടുത്തിട്ടുള്ളത്. ഓക്കെ, അത് തന്നെ ഇനിയും നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെ സൈറ്റ്സ് ആണ്. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു? ആദ്യം എന്താണ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞു, ഹാരപ്പൻ സംസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു,
അത് എപ്പോഴൊക്കെയാണ് ഏത് കാലഘട്ടത്തിൽ ആരൊക്കെയാണ് കണ്ടെടുത്തത് എന്ന് പറഞ്ഞു. അതുപോലെ അത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതിന്റെ സൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെയാണ് ഹാരപ്പൻ സൈറ്റ്സ്, പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാന സൈറ്റുകൾ ഇതൊക്കെയാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ് ഹാരപ്പ. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു സൈറ്റ് ആണ് ഹാരപ്പ. നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എക്സാമിനൊക്കെ ഹാരപ്പൻ സൈറ്റ്സ് ഏതൊക്കെയാണ്, ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ, ഹാരപ്പ. നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാണ് ഹാരപ്പ. ഇത് ഹാരപ്പയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സംസ്കാരത്തിന്റെ ആദ്യം കണ്ടെത്തിയ നഗരമാണ് ഹാരപ്പ. അത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് പിന്നീട് കണ്ടെത്തിയതാണ് ആർ ഡി ബാനർജിയുടെ അണ്ടറിൽ കണ്ടെത്തിയതാണ് ഇവിടെ മോഹൻജദാരോ. നമ്മൾ കണ്ടു അല്ലെ, ആർ ഡി ബാനർജിയുടെ അണ്ടറിലാണ് 1922 മോഹൻജദാരോ. 1922 നമ്മൾ അവിടെ കണ്ടു അല്ലെ, ആർ ഡി ബാനർജിയുടെ അണ്ടറിൽ 1922 കണ്ടെടുത്ത നഗരമാണ് മോഹൻജദാരോ. ഈ സംസ്കാരത്തിലെ, ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം എന്നും എന്ത് ചെയ്യുന്നത് മോഹൻജദാരോ അറിയപ്പെടുന്നുണ്ട്. പിന്നീട് മൂന്നാമതായിട്ട് കണ്ടെത്തിയതാണ് ധോളവീര എന്ന് പറയുന്ന സൈറ്റ്. ധോളവീര എന്ന് പറയപ്പെടുന്ന സൈറ്റ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഒരു കനാല് കണ്ടെത്തിയിട്ടുണ്ട് ധോളവീരയിലെ ഒരു സൈറ്റില്. നാലാമതായിട്ടുള്ള സൈറ്റ് ആണ് ലോത്തൽ. ഓക്കെ, ലോത്തൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ലോത്തൽ. അപ്പോ ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര, ലോത്തൽ 4 സൈറ്റുകൾ പറഞ്ഞു. അഞ്ചാമത് സൈറ്റ് ആണ് കാളിബംഗൻ എന്ന് പറയുന്നത്. ഇത് ഒരു കാർഷിക സൈറ്റ് ആയിട്ടാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. കാരണം അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവിധ തെളിവുകളൊക്കെ കണ്ടെത്തിയ ഒരു സൈറ്റാണ് കാളിബംഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ആറാമത്തെ സൈറ്റ് ആണ് ബനാവലി. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന കരകൗശല നഗരമായിട്ടും അറിയപ്പെടുന്നുണ്ട്, ബനാവലി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ 6 സൈറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലെ. സൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റുകൾ ഈ 6 സൈറ്റുകളാണ്: ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര, ലോത്തൽ, കാളിബംഗൻ, ബനാവലി. അങ്ങനെ ഈ ഒരു സൈറ്റുകളാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത്. വേറെ സൈറ്റുകൾ ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സൈറ്റുകളാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു സംസ്കാരത്തിലുള്ള ജനങ്ങൾ, നമ്മൾ പറഞ്ഞല്ലേ ഒരു സംസ്കാരത്തിൽ പല കാലങ്ങളും കൊണ്ട് രൂപപ്പെടുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എന്താ മനസ്സിലാക്കാം, ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗങ്ങൾ വേണം, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കണ്ടെത്താൻ വിവിധ രീതികൾ വേണം ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അല്ലെ. നമുക്കറിയാം ഇപ്പൊ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്, നമുക്ക് ഒരു തൊഴിലുള്ളതുകൊണ്ടാണ്. ആ തൊഴിലിൽ നിന്നും വേതനം ലഭിക്കുകയും ആ വേതനം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പോ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കും അവർക്ക് ജീവിക്കണം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നേടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപജീവന രീതി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് ഊഹിക്കാം അല്ലെ. അപ്പൊ ഇതിന് തെളിവുകൾ വേണം. കാരണം അന്ന് അവർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയ വിവിധ ഉപജീവന രീതികളാണ് ഇതിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. വിവിധ സൈറ്റുകളിൽ നിന്നും ധാന്യങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് പറയപ്പെടുന്നു. ഗോതമ്പ്, അതിൽ എന്തൊക്കെയാ പറഞ്ഞത്, ഗോതമ്പ്, ബാർലി, എള്ള് എന്നിവ കൃഷി ചെയ്തിരുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ വിത്ത് അല്ലെങ്കിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഈ സൈറ്റുകളിൽ നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, കൃഷി അവർ ചെയ്തിരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തും. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു വയലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്തതിന്റെ ബാക്കി കതിരുകളോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ആ അവിടെ കൃഷി ചെയ്തതാണ്, കൃഷി ചെയ്ത വയലാണെന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെ. അതുപോലെ തന്നെ ഈ തെളിവുകളിൽ നിന്ന് എന്ത് ചെയ്തു, ഈ ധാന്യാവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ നിന്നും അവർ കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ ധാന്യങ്ങൾ പ്രധാന ഭക്ഷണമായിട്ട് യൂസ് ചെയ്തിരുന്നു എന്നൊരു അനുമാനത്തിലേക്ക് അവരെത്തിച്ചേരുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ടുള്ള ഗുജറാത്തിലെ, നമ്മൾ പറഞ്ഞ ഗുജറാത്ത് ഇതിന്റെ ഒരു സൈറ്റ് ആണല്ലേ, ഗുജറാത്തിലെ ഒരു സൈറ്റിൽ നിന്നും എന്തിന്റെ, ചോളത്തിന്റെ അവശിഷ്ടം അവർക്ക് ലഭിച്ചിരുന്നു. ചോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഏരിയയിൽ ചോളം എന്ന് പറയും, കമ്പം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം, അതിന്റെ അവശിഷ്ടങ്ങൾ ഗുജറാത്തിലെ ഒരു സൈറ്റിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും ചോളം അവർ കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ ഭക്ഷണത്തിന് യൂസ് ചെയ്തിരുന്ന
ഒരു വസ്തുവായിരുന്നു ചോളം എന്നും നമുക്ക് എന്ത് ചെയ്യാം ഊഹിക്കാൻ പറ്റും. കൂടാതെ ചില സൈറ്റുകളിൽ നിന്നും മൃഗങ്ങളുടെ അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, പോത്ത്, ആട്, പന്നി എന്നീ ജീവികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥികളാണ് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ഊഹിക്കാൻ പറ്റും? ഈ മൃഗങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ മൃഗങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നു? അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ ഇണക്കി വളർത്തിയിട്ട്, കാരണം നമ്മൾ പല മൃഗങ്ങളെ നമ്മൾ ഇണക്കി വളർത്താറുണ്ട് അല്ലെ? അത്തരത്തിൽ ഇണക്കി വളർത്തിയിരുന്ന ജീവികളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഭക്ഷണത്തിനായിട്ട് ഇടയന്മാരായിട്ട് വർക്ക് ചെയ്ത് ജോലി ചെയ്ത് അങ്ങനെ ശേഖരിച്ച രീതിയിലുള്ള മൃഗങ്ങളായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും അന്നത്തെ കാലത്തിൽ അവരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ചിലപ്പോൾ മാംസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ വളർത്തിയിരിക്കാം എന്നൊക്കെ നമുക്ക് ഊഹിക്കാം അല്ലെ? അതുപോലെ തന്നെ മീൻ മുള്ളും പക്ഷികളുടെ അസ്ഥികളും ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മീൻമുള്ളുകളും പക്ഷികളുടെ അസ്ഥികളും കണ്ടെത്തിയെന്നുള്ളതിൽ നിന്ന് അവർ ഭക്ഷണത്തിനായിട്ട് മീനിനെയും അതുപോലെ തന്നെ പക്ഷികളെയും ഉപയോഗിച്ചിരിക്കാം എന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് ഊഹിക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും എന്താണ് 3 രീതികൾ, അതായത് മൃഗങ്ങളെ അവർ ഭക്ഷിച്ചിരിക്കാം, അതുപോലെ തന്നെ കൃഷി ചെയ്ത് എന്ത് ചെയ്തിരിക്കാം, കൃഷി ചെയ്തുള്ള വിവിധ ധാന്യങ്ങൾ ശേഖരിച്ച് അവര് ഭക്ഷിച്ചിരിക്കാം, അതുപോലെ തന്നെ പക്ഷികള്, അതുപോലെ മീന് മുതലായവയുടെ മാംസം അവർ ഭക്ഷിച്ചിരിക്കാം. ഈ രീതികളൊക്കെയാണ് ഉപജീവനത്തിനായിട്ട് അവർ കണ്ടെത്തിയ രീതികളായിട്ട് എന്ത് ചെയ്യുന്നത് വിവിധ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളിൽ നിന്ന് വിവരിച്ചു കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം തന്നെ പിന്നെ വിവിധ സൈറ്റുകളിൽ നിന്നും ഇവര് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്തതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവിധ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ചില സൈറ്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, കാളയുടെ കളിമൺ രൂപം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ 1856 ആദ്യമായിട്ട് ഒരു മുദ്രയിൽ നിന്നാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചുള്ള ഒരു ഉത്ഭവം രൂപം കൊള്ളുന്നത്. അപ്പൊ ഇത്തരത്തിൽ പിന്നീട് ഇവിടെ കൂടുതൽ സൈറ്റുകൾ ഖനനം ചെയ്തതിൽ നിന്നും കാളയുടെ കളിമൺ രൂപവും അതുപോലെ തന്നെ ചില മതിലുകളിലും അല്ലെങ്കിൽ അവരുടെ സൈറ്റിലെ ചില ചുമരുകളിലൊക്കെ കാളയുടെ വരച്ച രൂപങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും കാളയെ സ്വാഭാവികമായിട്ടും എന്തിനാണ് യൂസ് ചെയ്തത്? നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നിലം ഉഴുതു മറിക്കാൻ വേണ്ടി കാളകളെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് കാളകളെ യൂസ് ചെയ്തിരിക്കാം എന്നൊരു അനുമാനത്തിൽ ഇതിൽ നിന്നും അവർ എത്തിച്ചേരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഉഴുത വയലിന്റെ തെളിവ് ലഭിക്കുന്നു. കാരണം നമ്മള് നാട്ടിലൊക്കെ നമുക്ക് ഉഴുത വയൽ കണ്ടാൽ നമുക്കറിയാം അത് കൃഷി ചെയ്യുന്ന വയലാണ്. കാരണം കൃഷി ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് ഉണ്ടാവാറല്ലേ? അപ്പോൾ ഈ ഒരു ഉഴുത വയലിന്റെ തെളിവ് ലഭിച്ചതിൽ നിന്നും അവർ കൃഷി ചെയ്തിരിക്കാം എന്നുള്ള ഒരു സംശയം ഇതിൽ നിന്നും കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ജലസംഭരണി കണ്ടെത്തിയിട്ടുണ്ട്. ധോളഗിരിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ജലസംഭരണിയെ കുറിച്ചുള്ള തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എന്തിനാണ് ജലസംഭരണികൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക? കൃഷി ചെയ്യുമ്പോൾ യൂസ് ചെയ്യില്ലേ? കാരണം കുറെ ഏരിയ, പെർട്ടിക്കുലർ ഏരിയ കൃഷി ചെയ്യുന്ന ഏരിയ ആവുമ്പോൾ നമ്മൾ അതിന് നനച്ചു കൊടുക്കേണ്ടത് മസ്റ്റാണ്. കാരണം ആ കൃഷി നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നന്നായിട്ട് വെള്ളം നൽകണം അല്ലെ? അപ്പൊ ഇത്തരത്തിൽ വെള്ളം നൽകാൻ വേണ്ടി ജലസംഭരണി ഉപയോഗിച്ചിരിക്കാം എന്നും ഊഹിക്കാം. പിന്നെ കണ്ടെത്തിയതാണ് കലപ്പയുടെ കളിമൺ രൂപം. കലപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നിലം മുഴുതു മറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കലപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവരും ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്കോ കലപ്പ യൂസ് ചെയ്ത് കൃഷിയുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും കലപ്പ യൂസ് ചെയ്തിരിക്കാം എന്നൊരു അനുമാനത്തിലും എത്തിച്ചേരുന്നു. പിന്നീട് കനാലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജലസംഭരണിയിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ നിർമ്മിക്കുന്നതാണ് കനാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് കുറെ ഏരിയ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് വെള്ളം എത്തിക്കൽ ബാക്കിയുള്ള വഴിയിലൂടെ ഒന്നും പോസിബിൾ ആവില്ല. അപ്പൊ കനാൽ വഴിയാണ് സാധാരണ നമ്മൾ കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളം എത്തിക്കാറ് നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കൃഷി ചെയ്ത സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കനാൽ നിർമ്മിച്ചതെന്നും നമുക്ക് ഊഹിക്കാം അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, അവർ കൃഷി ചെയ്തിരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എവിടൊക്കെയാണ് ഏത് ഇയറിലാണ് സൈറ്റ് കണ്ടെത്തിയത് എന്ന് പഠിച്ചു. അത് ആരൊക്കെ അണ്ടറിലാണ് കണ്ടെത്തിയത് പഠിച്ചു. ഇന്ത്യയിൽ ഏതൊക്കെ
സംസ്ഥാന അല്ലെങ്കിൽ ഇന്ത്യയിലല്ല സോറി ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതിന്റെ സൈറ്റുകൾ ഉണ്ടായിരുന്നത് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെ അവശിഷ്ടങ്ങൾ അവർ ഉപജീവനത്തിന് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ കൃഷി ചെയ്തിരുന്നതിലേക്കുള്ള വിരൽ ചൂടുന്ന തെളിവുകൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ആദിവാസ കേന്ദ്രങ്ങൾ, അതായത് അവർ താമസിച്ചിരുന്ന ഏരിയകളെ കുറിച്ചാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന് 2 തരത്തിലുള്ള നഗര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഉയർന്ന ഏരിയയും ഒരു താഴ്ന്ന റെസിഡൻഷ്യൽ ഏരിയയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഉയർന്ന ഏരിയ ഒരു കോട്ടയായിട്ട്, അതായത് ഒരു പ്രൊട്ടക്ഷൻ രീതിയിലായിരുന്നു ഈ ഉയർന്ന ഏരിയ നിലകൊണ്ടിരുന്നത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ താഴ്ന്ന ഏരിയ കുറച്ചൊക്കെ വലുതും അതുപോലെ തന്നെ താഴ്ന്നതുമായിട്ടുള്ള ഏരിയ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ 2 തരത്തിലുള്ള, അതായത് കോട്ട നഗരം എന്നും കീഴ്പട്ടണം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന 2 ഏരിയകളാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് കീഴ്പട്ടണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതില് കീഴ്പട്ടണത്തിൽ ഉണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ എന്താണ്, നടുമുറ്റമുള്ള മുറികളുള്ള വീടുകളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മളറിയാം, നമുക്ക് ചില വീടുകൾക്ക് എന്തായും ഈ സെൻട്രൽ ഭാഗം ഓപ്പൺ ആയിരിക്കും. ഇവിടെ മൊത്തം മുറികൾ ഉണ്ടാവും, ഇവിടെയൊക്കെ ചുറ്റും മുറികൾ ഉണ്ടാവും. സെൻട്രൽ ഭാഗം ഓപ്പൺ ആയിട്ടായിരിക്കും ചില വീടുകൾക്ക് ഉണ്ടാവുക അല്ലെ. ഇവിടെ ഈ ചുറ്റും മുറികൾ ഉണ്ടാവും, എൻട്രൻസിൽ ഇപ്പൊ ഒരു ഏരിയയിൽ ഉണ്ടാവും, പുറത്ത് ബാക്കോട്ടുള്ള ഒരു ഏരിയ ഡോർ ഉണ്ടാവും. എന്നാലും ഇവിടെ സെൻട്രൽ ഒരു ഏരിയ ഓപ്പൺ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ വീടുകളാണ്, നടുമുറ്റുള്ള വീടുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കീഴ്പട്ടണത്തിലെ വീടുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ഏരിയയിൽ മൊത്തത്തിൽ 700-ലധികം കിണറുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, ഏകദേശം എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഊഹിക്കാൻ പറ്റും. ജലസേചനത്തിനായിട്ട് ഓരോ വീട്ടുകാർക്കും അവർക്ക് ഓരോരുത്തർക്കും കിണറുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ. പിന്നെ മൂന്നാമതായിട്ട് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്തെന്ന് പറയാം, അഴുക്കുചാൽ എന്ന് പറയുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഒരു അഴുക്കുചാൽ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ ഈസ്റ്റും കാര്യങ്ങളൊക്കെ പോകാൻ എല്ലാ സ്ഥലത്തും അഴുക്കുചാലുകൾ ഉണ്ട് അല്ലെ. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഓരോ വീടുകളിലും അഴുക്കുചാൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് വൃത്തിക്ക് അത്രയ്ക്കും അവർ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ അഴുക്ക് ചിലപ്പോൾ ഇത് ഒരു വീട്ടിൽ നിന്ന് പോകുന്ന അഴുക്കുചാലാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുവഴിയാണെന്ന് സങ്കല്പിക്കുക. ഈ പൊതുവഴിക്ക് പ്രധാനമായിട്ടും ഒരു അഴുക്കുചാൽ ഉണ്ടാവും. ഈ വീടുകളിലെല്ലാം അഴുക്കുചാൽ എന്ത് ചെയ്യുന്നു, ഈ പൊതുവായിട്ടുള്ള അഴുക്കുചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തിരുന്നത്, വെള്ളം പോയിരുന്നത്. കാരണം ഈ വീട്ടിൽ നിന്നും വെള്ളം പോയിട്ട് ഈ മെയിൻ അഴുക്കുചാലിലേക്ക് വരികയും ഇതെല്ലാം കൂടി ഒരു അഴുക്കുചാലിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അഴുക്കുചാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടന അവര് നിർമ്മിച്ചിരുന്നത്. മൂന്നാമത്തേതായിട്ട് പിന്നീട് പറയുന്നത് കെട്ടിടങ്ങളാണ്. ഒരേ അനുപാതത്തിലുള്ള ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇഷ്ടികകളാണ് എന്ത് ചെയ്തിരുന്നത്, അവര് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരേ അനുപാതത്തിൽ, അതായത് ഒരേ വലിപ്പത്തിലുള്ള ഇഷ്ടികകൾ അടുക്കി വെച്ചാണ് എന്ത് ചെയ്തിരുന്നത്, അവര് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ കെട്ടിടങ്ങൾ കീഴ്പട്ടണത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ മോഹൻജദാരോയിൽ കണ്ടെത്തിയ ഒരു പ്രധാന ഫീച്ചർ ആയിരുന്നു, കീഴ്പട്ടണത്തിൽ കണ്ടെത്തിയ ഒരു പ്രധാന ഫീച്ചർ ആയിരുന്നു എന്ന് പറയുന്നത് വലിയ കുളം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ കുളം കണ്ടെത്തിയത് ഏത് സൈറ്റിലാണ്, മോഹൻജദാരോയിലാണ് വലിയ കുളം കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ദീർഘചതുരാകൃതിയിലുള്ള കുളം, 4 വശവും ഇടനാഴികൾ, അതായത് ദീർഘചതുരാകൃതിയിലുള്ള കുളാണ്. ഓക്കെ, ദീർഘചതുരാകൃതിയിലുള്ള കുളം, അതിന്റെ 4 വശവും ഇടനാഴികൾ ഉണ്ടായിരുന്നു. അതായത് ഈ 4 സൈഡിലും എന്ത് ചെയ്തിരുന്നു, അതിന് ഇടനാഴികൾ ഉണ്ടായിരുന്നു. ഈ കുളം ഏകദേശം നമ്മൾ പറഞ്ഞ നടുമുറ്റമുള്ള വീടിന്റെ ഒക്കെ ഏകദേശം ഒരു രൂപം. സെൻട്രൽ ഒരു കുളം, 4 വശവും ഇടനാഴികൾ ഉണ്ട്.
അതുപോലെ തന്നെ അതിന്റെ വടക്കും തെക്കും ഇറങ്ങാനുള്ള പടികൾ എന്ത് ചെയ്യുന്നു ഈ ഏരിയയിലും അതുപോലെ തന്നെ ഈ ഏരിയയിലും വടക്കും തെക്കും ആ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഉണ്ടായിരുന്നു. മുകളിലും താഴെയായിട്ട് ഏകദേശം പറയാം. വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തുമാണ് എന്ത് ചെയ്തിരുന്നത് കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇഷ്ടിക പാകിയ ചുണ്ണാമ്പ് ഉപയോഗിച്ച് ദൃഢപ്പെടുത്തി. അതായത് നമ്മൾ പറഞ്ഞാലും ബിൽഡിങ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടാണ് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ്, ഒരേ അനുപാതത്തിലുള്ള ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഈ കുളം നിർമ്മിക്കുന്നതിനും എന്ത് ചെയ്യാണ് ഇഷ്ടിക യൂസ് ചെയ്തിട്ട് കുളം നിർമ്മിക്കുകയും അതെന്ത് ചെയ്ത് ചുണ്ണാമ്പ് ഉപയോഗിച്ച് അതിന്റെ ഹോൾസ് ഒക്കെ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുളമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത വെള്ളം ചോർന്ന് പോകാൻ പാടില്ല, അപ്പോഴല്ലേ കുളത്തിൽ വെള്ളം നിൽക്കുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അതിന്റെ ഹോൾസ് ഒക്കെ എന്ത് ഉപയോഗിച്ച് ചുണ്ണാമ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നു ഇവരടച്ച് ആ കുളം എന്ത് ചെയ്യുന്നു കൂടുതൽ സ്ട്രോങ് ആക്കിയിരുന്നു, വെള്ളം പോകാതെ കൂടുതൽ സ്ട്രോങ് ആക്കിയിരുന്നു. ഓക്കെ, ദെൻ മൂന്ന് വശങ്ങളിലും മുറികളും ഒന്നിൽ കിണറും ഉണ്ടായിരുന്നു. മൂന്ന് വശങ്ങൾ ഏകദേശം നമുക്ക് ഈ ഒരു 3 സൈഡ് എടുക്കാം. ഈ 3 വശത്തും മുറികൾ ഉണ്ടായിരുന്നു. അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വസ്ത്രം മാറുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം 3 വശത്തും കുറെ മുറികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു വശത്ത് എന്ത് ചെയ്യുന്നു കിണറും ഉണ്ടായിരുന്നു. അപ്പോ ഫ്രഷ് ആയതിനു ശേഷം അല്ലെങ്കിൽ കുളത്തിൽ ഫ്രഷ് ആയതിനു ശേഷം ഉള്ള ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ കുളത്തിലേക്ക് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കാം എന്തായാലും അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നത്. ഒരു മുറിയിൽ, ഒരു സൈഡിലുള്ള മുറിയിൽ കിണർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ദെൻ ജലം വലിയ അഴുക്കുചാലിലേക്ക് ഒഴുക്കിയിരുന്നു. അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ കുളത്തിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലെ വെള്ളം ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോ ഓരോ കെട്ടിടത്തിൽ നിന്നും ഈ മെയിൻ അഴുക്കുചാലിലേക്ക് കണക്ട് ചെയ്ത് ഓരോ വീടുകളിൽ നിന്നും അഴുക്കുചാൽ ഉള്ളത് പോലെ തന്നെ എന്ത് ചെയ്തിരുന്നു ഈ കുളത്തിൽ നിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അഴുക്കുചാല്, പ്രധാന അഴുക്കുചാലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു അഴുക്കുചാല് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും കുളം ക്ലീൻ ആക്കുമ്പോൾ പുറത്തേക്ക് വെള്ളം ഒഴുക്കി കളയണം. അത് ഈ അഴുക്കുചാലിലൂടെ ആയിരിക്കാം ഒഴുക്കി കളഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പ്രധാന അഴുക്കുചാലിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടാവാം. ഓക്കെ, ദെൻ പിന്നീട് പറയുന്നത് എന്താണ് കുളിമുറികള്. വടക്ക് ഭാഗത്തെ ഇടനാഴിക്ക് കുറുകെ കുളിമുറികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, വടക്ക് ഭാഗത്തെ ഇടനാഴി ഇതായിരിക്കാം. അപ്പൊ അതിന് കുറുകെയാണ് ഇത്തരത്തിലായിരിക്കാം കുളിമുറികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കും മറ്റും ഫ്രഷ് ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുളിമുറികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വെൽ പ്ലാനഡ് ആയിട്ടുള്ള ഒരു കുളമായിരുന്നു. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയി നിർമ്മിച്ച ഒരു കുളം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ നിർമ്മിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. മോഹൻജദാരോയിലെ കുളം പ്രധാനമായിട്ടും എക്സാമിനും മറ്റും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ നമ്മളൊരു 8 മാർക്കിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോ നമ്മൾ പ്രധാനമായിട്ടും എഴുതേണ്ട ഒരു കാര്യമാണ് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ വലിയ കുളം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് സംസ്കാരം എന്ന് പറഞ്ഞു, എങ്ങനെയാണ് സംസ്കാരം രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഹാരപ്പൻ സംസ്കാരം ഫസ്റ്റ് കണ്ടെത്തിയത്, ഏത് ഇയറിൽ ആരൊക്കെയാണ് ഫസ്റ്റ് അലക്സാണ്ടർ കണിങ്ഹാം വന്നു, അദ്ദേഹമാണ് ഫസ്റ്റ് എവിഡൻസ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് ദയാറാം സഹാനിയുടെയും RD ബാനർജിയുടെയും അണ്ടറിൽ ഹാരപ്പയിലും മോഹൻജദാരോയിലും സൈറ്റുകൾ കണ്ടെത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ജോൺ മാർഷൽ തിരശ്ചീന തലത്തിലുള്ള ഖനനത്തിന് നേതൃത്വം നൽകിയത് ജോൺ മാർഷൽ ആണ്. അദ്ദേഹത്തിന്റെ ശേഷം REM വീലറിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു ലംബ തലത്തിലുള്ള ഖനനത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഹാരപ്പൻ സൈറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഇതിന് സൈറ്റുകൾ ഉള്ളത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രധാന ഹാരപ്പൻ സൈറ്റുകളെ, പ്രധാനപ്പെട്ട 6 ഹാരപ്പൻ സൈറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഹാരപ്പ, മോഹൻജദാരോ, ധോളവീര, ലോത്തല്, കാളിബംഗൻ, ബനാവലി മുതലായ 6 സൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നീട് അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, അവരുടെ ഉപജീവന രീതികള്, കൃഷി ചെയ്തിരുന്നു, അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തിയിരുന്നു, പക്ഷികളെയും മീനുകളുടെയും മുള്ളുകള് അസ്ഥികള് മുതലായ കാര്യങ്ങൾ കണ്ടിരുന്നു. അപ്പൊ ഇതിൽ നിന്നും
അവയെ അവർ ഉപജീവനത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ തന്നെ കൃഷിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ തെളിവുകൾ എന്തൊക്കെയാണ്? കലപ്പയുടെ കളിമൺ രൂപം കിട്ടി, കാളയുടെ കളിമൺ രൂപം, അതുപോലെ തന്നെ ഉഴുത വയലിന്റെ തെളിവ്, കനാല്, ജലസംഭരണി മുതലായ തെളിവുകൾ കിട്ടി നമ്മൾ പറഞ്ഞു അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു അതിന്റെ ബിൽഡിങ്സ്, അവരുടെ റെസിഡൻഷ്യൽ ഏരിയയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? മേൽപട്ടണം, അതായത് കോട്ടനഗരം എന്ന ഉയർന്ന ഏരിയയും കീഴ്പട്ടണം എന്ന താഴ്ന്നതും വിശാലമായിട്ടുള്ള ഏരിയ മുതലായ 2 ടൈപ്പിലുള്ള റെസിഡൻഷ്യൽ ഏരിയകളാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ കീഴ്പട്ടണത്തിലുള്ള ബിൽഡിങ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. വാസ്തുവിദ്യ, അതിൽ കിണർ, എല്ലാ വീട്ടിലും കിണറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അഴുക്കുചാൽ സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടികകൾ യൂസ് ചെയ്തിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. വീടുകൾക്കെല്ലാം നടുമുറ്റുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടുത്തെ കീഴ്പട്ടണത്തിലെ വലിയ കുളത്തിന്റെ ഘടന, അതായത് മോഹൻജദാരോയിലെ കീഴ്പട്ടണത്തിലാണ് ഇത് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. മോഹൻജദാരോ സൈറ്റിലാണ് വലിയ കുളം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ കണ്ടെത്തിയ വലിയ കുളത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.